ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പ്രളയകാലത്ത് തകർന്നടിഞ്ഞ പറവൂരിലെ ജനങ്ങളെ സഹായിക്കാൻ പുനർജനി വഴി നടത്തിയ സഹായങ്ങളിൽ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘനം നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്ന് വിജിലൻസ് നടത്തിയ അന്വേഷണങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ CBIക്ക് വിടാമെന്ന മുൻ വിജിലൻസ് ഡയറക്ടർ നൽകിയ ശുപാർശയാണ് 11 മാസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിടുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരവും നിലനിൽക്കില്ല എന്ന കണ്ടെത്തലിന് ശേഷമാണ് കേസ് CBIക്ക് വിടാനുള്ള ആലോചന. രാവിലെ പുറത്തുവിട്ട ശുപാർശ വാർത്തയ്ക്ക് പിന്നാലെ മനോജ് എബ്രഹാം കഴിഞ്ഞ സെപ്റ്റംബറിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച സ്പഷ്ടീകരണ മറുപടി കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വിദേശത്ത് വെച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് പ്രതിപക്ഷ നേതാവിനെതിരായ തെളിവെന്ന പേരിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. VD സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്നും പണം കൈകാര്യം ചെയ്ത സംഘടനയ്ക്ക് വിദേശ പണം ഇടപാടിനുള്ള ലൈസൻസ് ഉണ്ട് എന്നും റിപ്പോർട്ട് നൽകുന്നതാണ് വിജിലൻസ്. ഒരു പകൽ ദൈർഘ്യത്തിൽ കുരുക്കാൻ വിട്ട ശുപാർശയുടെ കാറ്റുപോകുന്ന കാഴ്ച. പോറ്റിയെ കയറ്റിയ ഗാനത്തിലെടുത്ത കേസിന്റെ തുടർച്ചയായോ പ്രതിപക്ഷ നേതാവിനെതിരായ പുതിയ ആരോപണം? പരാതി പുനർജനിച്ചു എന്നാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജിൻഡോ ജോണാണ്, ഇടത് സഹയാത്രികൻ CPM സഹയാത്രിക അഡ്വക്കേറ്റ് BN ഹസ്കറുണ്ട്, ജേസൺ പാനിക്കുളങ്ങര പരാതിക്കാരൻ, ജോർജ് പൊടിപാറ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ പരാതിക്കാരനേക്ക് പോവുകയാണ്. ജേസൺ പാനിക്കുളങ്ങര, അങ്ങ് നൽകിയ പരാതി, അങ്ങ് ഒന്നിലധികം തവണ പരാതി നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ പരാതി എപ്പോഴായിരുന്നു? ഏത് വർഷമായിരുന്നു? ഈ പരാതിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് പുനർജനി പദ്ധതിയുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് തന്നെ തെറ്റായിട്ട് മാധ്യമങ്ങളും മറ്റ് ഏജൻസികളൊക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു പുകമറയാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇത് ഒരു പൗരൻ പാലിക്കേണ്ട നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ നിയമലംഘനം നടത്തിയത് ആരായാലും നിയമലംഘനം നടത്തി വിദേശ രാജ്യങ്ങളിൽ പോയി പൈസ പിരിച്ചു എന്നുള്ളതാണ് കേസ്. ഒരു വ്യക്തി ഈ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യത്ത് പോയി പൈസ പിരിക്കണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള മിനിമം നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ആദ്യമായി തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പൈസ പിരിക്കണമെങ്കിൽ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ പെർമിഷൻ ഉണ്ടായിരിക്കണം. ആ പെർമിഷൻ ഞാൻ 2020 8-ാം മാസം 3-ാം തീയതി കേന്ദ്ര ഇൻഫർമേഷൻ ഓഫീസർക്ക്, എക്സ്റ്റേണൽ അഫയർ ഓഫീസർക്ക് ഞാൻ ഈ പറയുന്ന വിവരാവകാശ പ്രകാരം കൊടുക്കുകയും ആ വിവരാവകാശത്തിൻ്റെ, അതായത് ആ വിവരാവകാശത്തിൽ ചോദിച്ചിട്ടുള്ളത്, ഇറ്റ് ഈസ് ദ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി ഹാഡ് ഗിവൺ ദ പെർമിഷൻ ടു മിസ്റ്റർ VD സതീശൻ MLA of Kerala Legislative Assembly to go and collect any relative funds from any country from the period of 2017 to 2018. Question number 2, if you had given any permission to collect the amount from abroad, please give us the documents. എന്ന് പറഞ്ഞ് 2020 8-ാം മാസത്തിൽ കൊടുത്തതിന് ചോദ്യത്തിന് വിവരാവകാശ പ്രകാരം എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 1 അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇഫ് യു ആർ അഗ്രീവ്ഡ് വിത്ത് ദ റിപ്ലൈ യു മേ ഫയൽ ആൻ അപ്പീൽ ടു ശ്രീ RK ഉപാധ്യായ, ഡയറക്ടർ കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ട് ആ മറുപടി കൂടി കിട്ടി. അങ്ങനെ ഒരു റിപ്ലൈ അവർക്ക് കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തിട്ടില്ല, റിസർവ് ബാങ്കിൻ്റെയും പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാണ് അന്ന് എനിക്ക് തന്നിട്ടുള്ള മറുപടി. ആ 2 മറുപടിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് 2020 നവംബർ മാസം 6-ാം തീയതി ഞാൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് കൃത്യമായ ഒരു വലിയ പരാതി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരാതി കൊടുത്തിരുന്നു. ആ നിയമമനുസരിച്ച് ഇന്ത്യയിൽ നിന്നൊരു പൗരൻ, ആ പൗരൻ വിദേശത്ത് പോയി പൈസ സമ്പാദിക്കണമെങ്കിൽ, കളക്ട് ചെയ്യണമെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും പെർമിഷൻ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ കോപ്പി വിജിലൻസ്, കേന്ദ്ര വിജിലൻസ് കൊടുത്ത പരാതി അത് കേരളത്തിലെ വിജിലൻസ് അതോറിറ്റിക്ക് കൈമാറുകയുണ്ടായി.
ശരി. അതിൻ്റെ അന്വേഷണം നടത്തി നിജസ്ഥിതി കണ്ടെത്തണമെന്ന്. അപ്പോൾ ഇത് 3 വസ്തുതകൾ. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഒരു പത്രപ്രവർത്തകൻ, ഒരു പൊതുജന സേവകൻ, ഉദ്യോഗസ്ഥൻ തുടങ്ങിയ ഏതെല്ലാം കാറ്റഗറിയിലുള്ള ആളുകളുണ്ടോ അത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ പൈസ സമ്പാദിക്കാൻ പൊതുസമൂഹത്തിൽ നിന്ന്, മറ്റൊരു രാജ്യത്തെ പൊതുസമൂഹത്തിൽ നിന്ന് പൈസ പിരിക്കാൻ പാടില്ല. അങ്ങനെ പിരിച്ചാൽ അത് ഫെറ, ഫെമ തുടങ്ങിയ. ശ്രീ ജെയ്സൺ, ഇതിപ്പോൾ വി ഡി സതീശൻ പൈസ പിരിച്ചു എന്നതിന് അങ്ങേക്ക് എന്ത് തെളിവാണ് ലഭിച്ചിട്ടുള്ളത്? വി ഡി സതീശൻ പൈസ പിരിച്ചിട്ടില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അങ്ങനെ പൈസ പിരിക്കാത്ത ഒരാളെ കുറിച്ച്, പൈസ പിരിക്കാത്ത ഒരാൾ എന്ത് പെർമിഷൻ നേടണമെന്നാണ് അങ്ങ് പറയുന്നത്? അദ്ദേഹം അവിടെ പോയി നടത്തിയ പ്രസംഗമാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ ആ പ്രസംഗം അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അത് അവിടെ പോയി സഹായ അഭ്യർത്ഥന നടത്തുന്നതാണ്. നിങ്ങൾ പണം നൽകണം, പണം നൽകി സഹായിക്കണമെന്ന അഭ്യർത്ഥന നടത്തുന്നതാണ്. ഒരു പൊതുസേവകൻ എന്ന നിലയ്ക്ക് ഏത് രാഷ്ട്രീയ നേതാക്കൾക്കും മലയാളി അസോസിയേഷനിലൊക്കെ പോയി ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് അങ്ങയുടെ തെളിവെങ്കിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും അങ്ങ് കണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഒരു ചട്ടം ലംഘനം വി ഡി സതീശൻ നടത്തിയതായിട്ട് തെളിഞ്ഞിട്ടില്ല. ഇതാരാണ് ഈ പണം കൈകാര്യം ചെയ്തത്? ഒരു സന്നദ്ധ സംഘടനയാണ്, മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ്. ആ സംഘടനയ്ക്കാകട്ടെ ഈ തരത്തിൽ വിദേശ പണം സ്വീകരിക്കാനുള്ള ലൈസൻസ് ഉണ്ട് താനും. അപ്പോൾ പിന്നെ കേസ് അവിടെ പൊളിയുകയല്ലേ? അപ്പോൾ അങ്ങയുടെ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം അങ്ങേക്കുണ്ടോ? വളരെ കൃത്യമായ കാരണമുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത്, ഈ പറയുന്ന അദ്ദേഹം വിദേശ രാജ്യത്ത് പോയി വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു ലഞ്ച് മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് ഇവിടെയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി 50 പൗണ്ട് വെച്ച് നൽകണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് എനിക്ക് പൈസ കിട്ടി എന്നും ആ കിട്ടിയ പൈസ ബർമിംഗ്ഹാമിലുള്ള ഒരു ലേഡി ഇവിടെ കൊണ്ടുവന്ന് പറവൂർ ടൗണിൽ ഹാളിൽ വിതരണം ചെയ്തു എന്നും വളരെ കൃത്യമായി സതീശൻ തന്നെ പറവൂരിൽ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ആ വെളിപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, ആ കിട്ടിയ പൈസ ഈ പറയുന്ന സ്ത്രീ പറവൂരിൽ കൊണ്ടുവന്ന് ചെക്കായി ആളുകൾക്ക് വിതരണം ചെയ്തു എന്ന് സതീശൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം പറയുന്നത്, ഞാൻ ഒരു വിദേശ നിയമസഭയിൽ വെച്ചിട്ടുള്ള രേഖ അനുസരിച്ച് തന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ വിദേശ രാജ്യത്ത് പോയി 1 രൂപ പിരിച്ചിട്ടില്ല എന്നാണ്. ഇതേ പറയുന്ന ഇപ്പോൾ നിങ്ങൾ പറയുന്ന അതേ വാദഗതി തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങും ഇതിൻ്റെ ഒപ്പം നമ്മൾ വിജിലൻസിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പൈസ ചോദിക്കുന്നതിൻ്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ രേഖകളും നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇല്ല എന്ന് പറയാൻ, ഉണ്ട് എന്ന് പറഞ്ഞത് നിഷേധിക്കേണ്ട ബാധ്യത ഇല്ല എന്ന് പറയുന്ന ആൾക്കുണ്ട്. വെറുതെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൽ കളവ് നടത്തിയ ശേഷം ഞാൻ കട്ടിട്ടില്ല അല്ലെങ്കിൽ നിയമലംഘനം നടത്തിയിട്ടില്ല, അതിനൊരു വലിയ ഉദാഹരണമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ 2018 പ്രളയകാലത്തിന് ശേഷം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ ചോദിക്കുകയും പിരിവ് നടത്താനുള്ള അനുമതി ചോദിക്കുകയും ചെയ്തു. അന്ന് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ആ അനുമതി നിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാർക്കോ ആർക്കോ ഈ പറയുന്ന വിദേശ രാജ്യത്ത് പോയി പൈസ പിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാലയളവിൽ ഒരു നിയമസഭാ സാമാജികൻ മാത്രമായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ പൈസ പിരിക്കാൻ കഴിഞ്ഞു? ആ പിരിക്കാൻ കഴിഞ്ഞത് തെറ്റായിട്ടുള്ളൊരു നിയമവിരുദ്ധ നടപടിയാണ്. അപ്പൊ അതില്ല എന്ന് പറയണമെങ്കിൽ വെറുതെ അങ്ങ് പറവൂർകാരനാണോ? ഞാൻ പറവൂരിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ അകലെ പാറക്കടവ് എന്ന് പറയും, ആ പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്, ചാലക്കുടിപ്പുഴ തീരത്ത്. ശരി. അപ്പോൾ ഈ പ്രളയത്തിൽ പറവൂരിന്റെ അവസ്ഥ എന്തായിരുന്നു അങ്ങേക്കും അറിയാവുന്നതാണല്ലോ അല്ലേ? പ്രളയത്തിൽ ഞാനും വളരെ സജീവമായി ആ പ്രളയത്തിന്റെ ബുദ്ധിമുട്ട് അറിയുകയും അതിൽ പങ്കാളിയാകുകയും ചെയ്തിട്ടുള്ള ആളാണ്. ആ കാര്യവും ഇതുമായി യാതൊരു ബന്ധവുമില്ല. എല്ലായിടത്തും ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് പിരിവുകൾ നടത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പുനർജനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്.
പുനർജനി എന്ന സംവിധാനം വഴി നോക്കൂ, പ്രതിപക്ഷ നേതാവ് ഇതിന് നൽകിയിരിക്കുന്ന മറുപടിയും വിജിലൻസ് എത്തിയിരിക്കുന്ന കൺക്ലൂഷനും പുനർജനി എന്ന സംവിധാനം വഴി ഈ തരത്തിൽ ഈ സന്നദ്ധ സംഘടനകൾ, അത് പല സംഘടനകളുണ്ട്, ഈ ചിറ്റിലപ്പള്ളിയുടെ അടക്കമുള്ള സംഘടനകളുണ്ട്, ആ സംഘടനകളിൽ നിന്നും പണം നൽകാൻ, അതായത് ഇത് യോഗ്യരാണോ, വീട് നഷ്ടപ്പെട്ടതാണോ, ഈ ജീവിതോപാധി നഷ്ടപ്പെട്ടവരാണോ, വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവരാണോ, അങ്ങനെ അവരിൽ നിന്നും ഈ അപേക്ഷ സ്വീകരിക്കുന്നു. ആ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം അവർ യോഗ്യരാണ് എന്ന് കണ്ടെത്തിയാൽ ഈ സ്പോൺസറുമായി കണക്ട് ചെയ്യുന്നു. ഈ കണക്ട് ചെയ്യുന്ന ഒരു റോൾ മാത്രമേ പുനർജനി എന്ന സംവിധാനത്തിനുള്ളൂ. പുനർജനി എന്ന സംവിധാനം പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. അതാണ് എനിക്ക് കിട്ടിയെന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത ശേഷം പിന്നെ അവർ തമ്മിലാണ് മുഴുവൻ പരിപാടികളും, പണം നൽകലും വീട് നിർമ്മിച്ചു കൊടുക്കലും ഒക്കെ അവർക്കിടയിൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ 196 വീടുകൾ പ്രളയകാലത്ത് പൂർണ്ണമായും വീട് തകർന്നാൽ 196 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും പിന്നീട് 4 വീടുകൾ അടങ്ങുന്ന ഫ്ളാറ്റ് സമുച്ചയം നൽകിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വിജിലൻസിന്റെ കണ്ടെത്തലും പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു പണം വന്നിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അപ്പോൾ അങ്ങേക്ക് ഇതിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഒരു MLA, ആ MLAയുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ അവസ്ഥയിൽ ഇടപെടുന്നതിനെ എങ്ങനെയാണ് അങ്ങ് വേറെ രൂപത്തിൽ സംശയിക്കുന്നത്? മണ്ഡലത്തിലെ MLA ഇടപെടുന്നതിനെ അല്ല ഞാൻ സംശയിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിൽ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു നിയമം നിലനിൽക്കെ ആ നിയമലംഘനം നടത്തിയതിന് ശേഷം അതുവഴി ശേഖരിക്കപ്പെട്ട പൈസ മണപ്പാട്ട് ഫൗണ്ടേഷനോ ആരും XOR അതൊക്കെ രണ്ടാമത് വരുന്നതാണ്. എത്ര പൈസ കളക്ട് ചെയ്തു, ഏത് ഏജൻസി വഴി കളക്ട് ചെയ്തു, ഇതെല്ലാം രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലൊരു നിയമം ഇല്ലാത്ത നിയമം നടപ്പാക്കാൻ, അതായത് നിയമത്തിൽ വിദേശ നിയമം അനുസരിച്ച് കൃത്യമായി പറയുന്നുണ്ട്, നോ പേഴ്സൺ ഹാവ് എ റൈറ്റ് ടു കളക്ട് എനി എമൗണ്ട് ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ്. ഇത് കൃത്യമായി സതീശൻ തന്നെ പറയുന്നുണ്ട്. ബർമിംഗ്ഹാം ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും പുനർജനിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി MLA പൈസ കളക്ട് ചെയ്തു എന്ന് പറയുന്നതും ശരി. സർക്കാരിന് കിട്ടാത്ത കാര്യം അങ്ങ് പറയുമ്പോൾ സർക്കാർ എന്ന സംവിധാനത്തിലാണ് പോയത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ല. അവിടുത്തെ സംഘടനകളുടെ ക്ഷണം സ്വീകരിച്ചു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ പോയി ആ പണം ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കോൺഗ്രസ് നേതാവിനോട് തന്നെ ചോദിക്കട്ടെ, ജിൻഡോ പറയട്ടെ. ജിൻഡോ, ഇതിലൊരു ചട്ടലംഘനം എന്നതാണ് പരാതിക്കാരൻ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിജിലൻസിന്റെ ശുപാർശ, തൊട്ടു പിന്നാലെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട്, ഇതിനെ ഏത് രൂപത്തിലാണ് കോൺഗ്രസ് കാണുന്നത്? ജിൻഡോ. സ്മൃതി, ഞാൻ ഇപ്പോൾ സംസാരിച്ച ജെയ്സൺ ഫാനികളങ്ങരോടൊക്കെയുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ പദ്ധതിയിൽ ശരിക്കും എന്താ പ്രശ്നം? 2018 പ്രളയം ബാധിച്ച ഒരു നാട്ടിലെ ജനതയോട് നീതി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധി ചെയ്ത ഒരു പ്രോജക്റ്റ്, അത് ഈ സംസ്ഥാനമൊട്ടാകെ മാതൃകാപരമായി നടപ്പാക്കേണ്ടതാണ്. ഈ പ്രോജക്റ്റിൻ്റെ നടത്തിപ്പിൽ അഴിമതി നടന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത്രയും ശ്രമിച്ച സർക്കാർ സംവിധാനങ്ങളും പരാതിക്കാരനടക്കം കേരളത്തിൽ പ്രളയം ബാധിച്ച മനുഷ്യരെ കൈപിടിച്ചുയർത്താൻ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ ആ സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഈ പ്രോജക്റ്റ് നടപ്പാക്കിയ രീതി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരു ഗുണമുണ്ടായാൽ. 300 ചില്ലാൻ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പഠനോപകരണം നൽകുന്നു, ലാപ്ടോപ്പ് നൽകുന്നു, തയ്യൽ മെഷീൻ നൽകുന്നു, ജീവനോപാധിയും ജീവിതോപാധിയും നൽകുന്ന ഒരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ സഹായം അർഹിക്കുന്ന ആളുകളെയും സഹായിക്കാൻ മനസ്സുള്ള ആളുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ മാത്രമായിരുന്നു VD സതീശൻ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ മണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യമല്ലേ അത്? അല്ലാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസും അല്ലെങ്കിൽ സ്റ്റാറ്റസും ഇട്ട് മാത്രം നടന്നാൽ മതിയാമായിരുന്നോ? അങ്ങനെയല്ലല്ലോ അദ്ദേഹം ചെയ്തത്. കേരള സർക്കാർ പോലും പരാജയപ്പെട്ട രംഗത്ത് ഒരു MLA മാത്രമായിരിക്കുന്ന ഒരു ജനപ്രതിനിധി ചെയ്ത ഒരു മാതൃകാപരമായ പ്രോജക്റ്റിനകത്ത് അഴിമതി ചെയ്യാൻ പോകുന്നവർ എന്ത് അഴിമതി നടന്നു എന്ന് പറയണം. 2018 ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷം 7 വർഷമായി ഈ സർക്കാരിന്റെ മുമ്പിൽ പല ഘട്ടത്തിൽ പരാതി കൊടുക്കുന്നു, അന്വേഷണം നടക്കുന്നു. ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുന്ന ഈ 2025 സെപ്റ്റംബർ 19-ാം തീയതി 19-ാം തീയതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ VD സതീശൻ MLAയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. പിന്നെ എന്താ അഴിമതി? അടുത്തത്, വിദേശ സന്ദർശനത്തിന് ശേഷം VD സതീശൻ വസ്തു വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമില്ലാത്തതിനാൽ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ്.
അപ്പോൾ ഇതിലൊക്കെ എവിടെയാണ് വി.ഡി. സതീശൻ പണം വാങ്ങിയത് എന്ന് കൃത്യമായി കണ്ടെത്തി പറയാനുണ്ടോ? ഇവിടെ ജെയ്സൺ പാനികുളങ്ങര പറഞ്ഞ ഒരു വാദമാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്. ഒന്ന്, ഇവരിങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇല്ല എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ആ നിഷേധിക്കുന്നത് കുറെ കൂടി തെളിവ് സഹിതം നിഷേധിക്കണമെന്ന്. ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു എന്ന് മാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു യാതൊരു കഴമ്പുമില്ല എന്ന്. എന്നിട്ടും നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പറയേണ്ടത് എന്തൊക്കെയാണ് തെളിവുള്ളത് എന്ന് മുന്നോട്ട് കൊണ്ടുവയ്ക്കണം. നിങ്ങളുടെ മുമ്പിൽ എന്ത് തെളിവാണുള്ളത്? വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് MLA മാത്രമായിരിക്കുമ്പോൾ പണം കൈപ്പറ്റിയതിന് തെളിവുണ്ടോ? ആ പണം ഉപയോഗിച്ച് എന്തെങ്കിലും ക്രയവിക്രയം നടത്തിയതിന് തെളിവുണ്ടോ? ഇങ്ങനെ ഒന്നുമില്ലാതിരിക്കെ വ്യക്തിപരമായിട്ട് വി.ഡി. സതീശനോടുള്ള ആക്ഷേപത്തിന്റെ പേരിൽ, അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലുള്ള ആരോപണം മാത്രമായിട്ട് ഇത് ചുരുങ്ങുക. കുറച്ച് ദിവസം മുമ്പാണ് പോറ്റി പാട്ടിനെതിരെ കേസെടുത്തിട്ട് നിങ്ങൾ ഈ സർക്കാർ നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. അവസാനം എന്തായി? അതിനുശേഷം സുബ്രഹ്മണ്യനെതിരെ മുഖ്യമന്ത്രിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു AI വിവാദം ഉണ്ടായി, കേസെടുത്തു. KPCC ഭാരവാഹിക്കെതിരെ എന്ത് നടപടിയെടുത്തു? അപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ സർക്കാരിന്റെ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് അന്വേഷിച്ചിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാൻ പറ്റാതെ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു 3-4 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ സ്വന്തം സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പോലും മറികടന്നുകൊണ്ട് ഇങ്ങനെ അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് നല്ല കാര്യം എന്ന് പറയാനുള്ളൂ. പണ്ട് നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സ്വന്തം സർക്കാരിന്റെ കീഴിലുള്ള 3 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ട് കഴമ്പില്ല എന്ന് കണ്ടെത്തിയിട്ടും സരിതയുടെ കയ്യിൽ നിന്ന് വീണ്ടും ഒരു പരാതി എഴുതി വാങ്ങി CBIക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടില്ലേ? നല്ല കാര്യം. എന്നിട്ട് എന്തുണ്ടായി? അപ്പോൾ ആ റിപ്പോർട്ടിനുണ്ടായ അതേ ഗതികേട് തന്നെ ഈ റിപ്പോർട്ടിനും ഉണ്ടാകും. മാത്രമല്ല, ഇവിടെ CBIയിലുള്ള ഈ സർക്കാരിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കൂടി CPM നേതാക്കന്മാരും ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും മറുപടി പറയണമെന്നും കൂടി എനിക്ക് പറയാനുള്ളത്. ശബരിമലയിലെ ശാസ്താവിൻ്റെ സ്വർണം കടത്തിയവന്മാരെ 6 വർഷക്കാലം പോറ്റി വളർത്തിയിട്ട് ആ കേസിൽ ഒരു അന്വേഷണം നടത്താൻ ധൈര്യമില്ലാത്തവർ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് SITയിൽ പോലും സ്വന്തം താല്പര്യക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ആളുകളാണ്. യാതൊരു കഴമ്പുമില്ല എന്ന് സ്വന്തം വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്തിട്ടും പുനർജനിയിൽ ഇനി എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അന്വേഷിച്ചോ? ജീരകം ചുട്ട് കഴമ്പെടുക്കാൻ ശ്രമിക്കുന്ന അതിനേക്കാൾ പ്രയാസപ്പെട്ട ഒരു പണിയാണല്ലോ. അപ്പോൾ അതങ്ങ് നടത്ത്. പ്രതിപക്ഷ നേതാവിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. അല്ലാതെ ഈ നടപടി എടുക്കും എന്നവർ വരട്ടാതെ. ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പേടിച്ചു എന്ന് പറഞ്ഞേക്കാൻ. അത് തന്നെ പറയാനുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഈ 7 വർഷക്കാലമായിട്ട് യാതൊരു തെളിവുമില്ല. നിങ്ങൾ ആരോപണ മാറ്റം മാത്രം ഉന്നയിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ മുഴുവനുണ്ട്, അന്വേഷണ ഏജൻസികൾ മുഴുവനുമുണ്ട്. ആരോപണത്തിനപ്പുറത്ത് ഈ നിമിഷം വരെ ഒരു തെളിവും ഹാജരാക്കാൻ പരാതിക്കാരനോ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്കോ കഴിയാത്ത കാര്യത്തിൽ ഇനി ഞങ്ങൾ എന്ത് മറുപടിയാ പറയേണ്ടത്? സ്മൃതി, ശരി. അഡ്വക്കേറ്റ് BN ഹസ്കർ, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ 11 മാസങ്ങൾക്കിപ്പുറം ഇങ്ങനെ ഒരു വിജിലൻസ് ശുപാർശ വന്നിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വിടുന്നത്? അത് തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ, അതിന് തൊട്ടു പിന്നാലെ വൈകുന്നേരമാകുമ്പോഴേക്കും വിജിലൻസ് നൽകിയിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. അപ്പോൾ ഇത് ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് എന്നൊരു ചോദ്യം വരികയാണ്. നന്നായി ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിക്കുകയാണ്. പരിഹാസ്യമാകുന്നുണ്ടോ ഈ സംവിധാനം, ഈ രീതികൾ? സ്മൃതി, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എനിക്ക് വലിയ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കോൺഗ്രസിനോടും UDFിനോടും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി.ഡി. സതീശനോടും ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്നലെ വരെ പറഞ്ഞത്, ഇന്നലെ വരെ ഛർദ്ദിച്ചുകൊണ്ടിരുന്നത് വാരിക്കടിക്കുന്ന ഒരു പരിപാടിയായി ഇപ്പോൾ ഈ CBI അന്വേഷണത്തിന് ശുപാർശ. ഇടതുപക്ഷത്തിൻ്റെ CBI അന്വേഷണത്തെ സംബന്ധിച്ച് സുനിശ്ചിതമായൊരു നിലപാട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആ നിലപാടിന് ഘടകവിരുദ്ധമായി CBI അന്വേഷണം, ഇപ്പോൾ നിലവിൽ CBI അന്വേഷണത്തിൻ്റെ ശുപാർശയില്ല, വിജിലൻസിൻ്റെ ഒരു ശുപാർശ സർക്കാരിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ CBI അന്വേഷണത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ CBI അന്വേഷണത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിനും CPIM-നും ഒരു പ്രസ്തുത നിലപാട് ഉണ്ട് എന്നിരിക്കെ അതിന് ഘടകവിരുദ്ധമായിട്ടൊരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി അതൊരു ഇരട്ടത്താപ്പായി തന്നെയാണ് കാണേണ്ടത്. അത് പ്രതിപക്ഷ നേതാവിനെതിരെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കെതിരെയാണെങ്കിലും അത് അങ്ങനെ തന്നെ കാണണം എന്ന് അഭിപ്രായമുള്ള ഒരാളാണ്. കാരണം CBI അന്വേഷണത്തെക്കുറിച്ച്, CBIയെക്കുറിച്ച് കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയെന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുകയും കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണെന്നും അന്വേഷണം നടത്തിയിട്ടുള്ള കേസുകളുടെ അന്വേഷണത്തിൻ്റെ കൺവിക്ഷൻ റേറ്റിന് അടക്കം കണക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുകയായിരുന്നു ഇന്നലെ വരെ.
ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കള്ളയെ സംബന്ധിച്ച് CBI അന്വേഷണം വേണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനും സർക്കാരിനും ഒരു നിലപാടുണ്ടല്ലോ. ആ നിലപാട് CBI അന്വേഷണം വേണ്ട എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ CBI അന്വേഷണം വരുന്നു എന്ന് ചോദിക്കുന്നത് 11 മാസം മുമ്പാണ് ഇത്തരത്തിലൊരു ശുപാർശ വന്നിട്ടുള്ളത്. അത് അവിടെ സർക്കാരിൻ്റെ മുന്നിൽ പൊടി തട്ടി കിടക്കുകയായിരുന്നു. അതിപ്പോൾ പുറത്തു വരുന്നത് രാഷ്ട്രീയ ദുരുദ്ദേശത്തിലാണെന്ന് ആര് സംശയിച്ചാലും ആ സംശയിക്കുന്ന ആളുകളിൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പുനർജനിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അങ്ങ് സർക്കാരിന്റെ നിലപാടിനെ തള്ളിക്കളയാണെന്ന് പറയുമ്പോൾ ഇത് നടാടെ സംഭവിക്കുന്നതല്ലോ. ഇത് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ നടന്ന അതേ രീതിയാണല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് CBI അന്വേഷണം പരാതിക്കാരി ആവശ്യപ്പെടുന്നു, പെട്ടെന്ന് CBIക്ക് വിടുന്നു. ഞങ്ങളുടെ ആലോചനയല്ല, ഞങ്ങൾ പറഞ്ഞതല്ല, പരാതിക്കാരി പറഞ്ഞതുകൊണ്ട് ഇതാ ഞങ്ങൾ CBIക്ക് വിടുന്നു. ഇതായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇതിപ്പോ വിജിലൻസിന്റെ ശുപാർശയായി വരുന്നു, അത് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മേൽ ഒരു കളങ്കം ചാർത്തുക, ഈ സമയത്ത് അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കുമോ? അല്ല സ്മൃതി, ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. പണ്ട് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം ഇതുപോലെ തന്നെയായിരുന്നു. വിജിലൻസ് അന്വേഷണം പരാജയപ്പെടുകയും വിജിലൻസിൽ യാതൊരു തരത്തിലുള്ള അഴിമതിയും ആവാതെ വരികയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അന്ന് ലാവ്ലിൻ കേസിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നോട്ടിഫിക്കേഷന് തൊട്ടു മുമ്പാണ് അന്ന് ലാവ്ലിൻ കേസ് CBI അന്വേഷണം. ലാവ്ലിൻ കേസിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ഉപേന്ദ്ര വർമ്മ 2005 തൃശൂർ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നു. അത് സർക്കാർ അറിയാതെയാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കേസുണ്ട്, അതിൽ FIR ഉണ്ട്. അത് CBIക്ക് പിന്നീട് കൈമാറുന്നത് ക്യാബിനറ്റിൽ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ്. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ്. അത് ശരിയാണ്. പക്ഷെ അതൊരു കേസുണ്ട്. ഇത് കേസില്ലെന്നേ, ഞങ്ങൾ അന്വേഷിച്ചിട്ട് കേസില്ല എന്ന് പറയുന്ന കാര്യമാണ് CBIക്ക് വരുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഡൽഹി പോലീസ് സ്പെഷ്യൽ ആക്ട് പ്രകാരം ഒരു പരാതി മതി സർക്കാരിന് മുന്നിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ. 2 പേർക്ക് മാത്രമേ CBI അന്വേഷണം ശുപാർശ ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഒന്ന് സർക്കാരിനും മറ്റൊന്ന് ഹൈക്കോടതികൾക്കുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ നിയമപരമായ അങ്ങനൊരു സാഹചര്യമുള്ളപ്പോൾ ഇനി FIR ഉള്ളത് കൊണ്ട് ലാവ്ലിൻ കേസ് അയച്ചു കളഞ്ഞു എന്ന് അങ്ങനെ അങ്ങ് കരുതി പോകാൻ കഴിയുമോ? 2 തവണ ഡിസ്ചാർജ് ചെയ്ത കേസാണ്. ഒരു തവണ ട്രയൽ കോടതിയും അതിനുശേഷം ഹൈക്കോടതിയും ഡിസ്ചാർജ് ചെയ്ത കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി മുമ്പാകെ നിൽക്കുന്നത്. അപ്പോൾ അതൊരു രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുന്നതിനു വേണ്ടി അത്തരത്തിൽ ലാവ്ലിൻ കേസ് ചെയ്തു എന്നതുകൊണ്ട് മറ്റുള്ളവരെ വേട്ടയാടുന്നതിനു വേണ്ടി, എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരെ വേട്ടയാടുന്നതിനു വേണ്ടി CBI കേസ് എടുക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നയമല്ല. CBI സംബന്ധിച്ച് ഇടതുപക്ഷത്തിനും CPIM-നും ഒരു വിഖ്യാത നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് മാറരുത് എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഇതിൽ പുനർജനിയുമായി ബന്ധപ്പെട്ട് 209 വീടുകളെ സംബന്ധിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നും 16 വീടുകൾ ഒരു ഫ്ളാറ്റുകളുടെ സമുച്ചയത്തെ സംബന്ധിച്ച് തറക്കല്ല് മാത്രമേ ഇട്ടിട്ടുള്ളൂ അടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ ഏതെങ്കിലും തരത്തിൽ വയലേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ FCNR അക്കൗണ്ട് ഇല്ലാതെയാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിദാനമായ ഏതെങ്കിലും സാഹചര്യം ശ്രീ VD സതീശൻ ചെയ്തിട്ടില്ല, അദ്ദേഹം കുറ്റക്കാരൻ തന്നെയാണ്. പക്ഷെ അത് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇത്തരമൊരു പരാതി ആദ്യം ലഭിക്കുന്ന ഘട്ടത്തിൽ ആ പരാതി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയില്ലാതെ FCNR അക്കൗണ്ട് ഇല്ലാത്ത ഒരു ട്രസ്റ്റ് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിന്റെ അന്വേഷണ പരിധി കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ അന്വേഷിക്കാൻ കഴിയൂ. അവർക്ക് ലൈസൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അല്ല ഈ ഘട്ടത്തിൽ അത് ഇപ്പോഴാണല്ലോ തെളിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അത് ശുപാർശ ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോറിൻ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒഫൻസ് ആണെന്ന് പരാതി ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധ്യപ്പെടുകയും അപ്പോൾ തന്നെ ഈ പരാതി ഹാൻഡ് ഓവർ ചെയ്യാണ്ടിരുന്നു വേണ്ടിയിരുന്നത്. അതാണ് അതിന്റെ ഒരു സാങ്കേതികത്വം എന്ന് പറയുന്നത്. ഒരു തരത്തിലും ഈ ഘട്ടത്തിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ആ പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുന്ന മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട്, അതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നേ. ശ്രീ ജോർജ് പുടിപ്പാറ, ഇപ്പോൾ CPM സഹയാത്രികനായ ഹസ്കറിന് പോലും ദഹിക്കാത്ത രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്, സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണല്ലോ. എങ്ങനെയാണ് ഈ ആരോപണത്തെ അങ്ങ് കാണുന്നത്? കുറേ കാലമായാലും ഈ പുനർജനി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ പുനർജനി വീണ്ടും ഉയർന്നു വരും, അങ്ങനെ പിന്നീട് അത് അമർന്നു പോകും. ഒരു ഘട്ടത്തിൽ EDയും വന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് അഡ്വക്കേറ്റ് BN ഹസ്കർ, നമ്മൾ ഒരുമിച്ച് എത്രയോ ചർച്ചകളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്.
അദ്ദേഹം ഇത്തരം ആർജവമുള്ളൊരു നിലപാട് സ്വീകരിച്ചതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കാനാണ് ഞാൻ എൻ്റെ ആദ്യ വാക്കുകൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിലപാട് അഭിനന്ദനാർഹമാണ്. അതായത് പാർട്ടിയുടെ സഹയാത്രികനാണ്, പാർട്ടിയെ പല ഘട്ടങ്ങളിലും ശക്തമായി ന്യായീകരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടിനെ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം ഇത്തരം ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ഒരു സാധനമൊന്നും അല്ല ഈ CBI അന്വേഷണം. മാത്രമല്ല CBI അന്വേഷണത്തെ കുറിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടുകൾ അഡ്വക്കേറ്റ് ഹസ്കർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതല്ല ഇടതുപക്ഷം കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ 40-ാം മണിക്കൂറിൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് CBI അന്വേഷണത്തിന് വേണ്ടി ഒരു ശുപാർശ വന്നാൽ തന്നെ ആ ശുപാർശ അംഗീകരിച്ച് ഇടതുപക്ഷം ആ ഒരു രീതി സ്വീകരിക്കുന്നത് ഒരിക്കലും രാഷ്ട്രീയമായി ശരിയല്ല, ധാർമ്മികമായി ശരിയല്ല, ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു ആത്മവിശ്വാസവും കാണിച്ച ഭാസ്കറിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ സ്മൃതി ചോദിച്ച ചോദ്യം, അതായത് നമുക്കറിയാം ഈ വിഷയം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. 2 രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട്. ഒന്ന്, ഒരു വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ആദ്യം കാണേണ്ടത് ആ വിഷയത്തിന്റെ ഒരു പ്രസക്തിയാണ്. അതായത് കേരളം അന്നോളം സാക്ഷ്യം വഹിക്കാത്ത അതിഭയങ്കരമായൊരു പ്രളയത്തിന്റെ കെടുതി അനുഭവിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കെടുതി നേരിടേണ്ടി വന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്, ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്, പ്രദേശങ്ങളിൽ ഒന്നാണ് സതീശ പ്രതിനിധാനം ചെയ്യുന്ന പറവൂർ നിയോജക മണ്ഡലം. 100 കണക്കിന് ഏറെയും സ്ഥലങ്ങൾ, ചാലക്കുടിയും അതുപോലെ തന്നെ തിരുവല്ലയും റാന്നിയും അങ്ങനെ പല സ്ഥലങ്ങളും ധാരാളം കെടുതികൾ അനുഭവിച്ച ഒട്ടേറെ സ്ഥലങ്ങളുണ്ടെങ്കിലും ആ സ്ഥലങ്ങളെ ഏത് സ്ഥലങ്ങളെക്കാൾ കൂടുതൽ കെടുതി അനുഭവിക്കുകയും അതിന്റെ എത്രയോ മടങ്ങ് ആളുകൾ ഒറ്റയടിക്ക് ഭവനരഹിതരാകുകയും ജീവനും ജീവനോപാധികളും ജീവിതോപാധികളും എല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിപ്പോയ നമ്മൾ പറയുമല്ലോ, ഇത്തിരി സാഹിത്യ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ആത്മഹത്യക്കും കൊലപാതകത്തിനിടയിൽ ഒരു ആർത്തനാദം പോലുള്ള ഒരു അവസ്ഥയിലായിരുന്നു ആ മനുഷ്യര്. അത്രത്തോളം നിസ്സഹായരായി പോയ മനുഷ്യരെ എങ്ങനെ സഹായിക്കാൻ കഴിയും? സർക്കാർ മാത്രം വിചാരിച്ചാൽ കഴിയാത്തൊരു കാലമാണ്. കേന്ദ്ര സർക്കാർ വെച്ച ചില നിബന്ധനകൾ മൂലം ഫോറിൻ ഫണ്ട് പോലും സ്വീകരിക്കാൻ വയ്യാത്ത അവസ്ഥ വരുന്നു. ഇത്തരം ഒരു ഘട്ടത്തിൽ VD സതീശൻ എന്ന് പറയുന്ന ഒരു MLA ആ പറവൂരിലെ ജനങ്ങളെ സഹായിക്കാൻ വിദേശത്ത് പോയി ഇത്തിരി ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളെല്ലാം സഹായിക്കണം എന്ന് പറഞ്ഞ് അവർ സഹായിക്കാൻ തയ്യാറായി. ആ ഫണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി വരുന്നു. അത് VD സതീശന്റെ അക്കൗണ്ടിലേക്കല്ല വരുന്നത്. സ്മൃതി കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫോറിൻ ഈ പറയുന്ന FCRI ആക്ട് പ്രകാരം ആ ഫണ്ട് കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള ഒരു ഏജൻസിയുടെ അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടനയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ആ അക്കൗണ്ട് ഉപയോഗിച്ച് അവർ ഏതാണ്ട് നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ ആ കണക്കുകൾ പറഞ്ഞു, അത്രയധികം വീടുകൾ, 200-ലധികം വീടുകളും ഫ്ളാറ്റുകളും എത്രയോ കുട്ടികൾക്ക് എന്താ പറയാ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകളൊക്കെ കൊടുത്ത് തകർന്നു പോയൊരു നിയോജക മണ്ഡലത്തിലെ തകർന്ന ജീവിതങ്ങൾക്ക് സാന്ത്വനം മാത്രമല്ല അവിടെ കൊടുത്തത് ഒരു ഊന്നുവടിയാണ്. അവർക്കൊരു ജീവിതമാണ് തിരിച്ചു കൊടുത്തത്. അങ്ങനെ ഒരു നടപടി എടുത്ത ഒരാളെ അഭിനന്ദിക്കല്ലേ സത്യത്തിൽ വേണ്ടത്. അതിനു പകരം സാങ്കേതികതയിൽ കുരുക്കി ആ മനുഷ്യനെ ഈ നിയമത്തിന്റെ കുരുക്കിൽ അകപ്പെടുത്തി അങ്ങേരെ തേജോവധം ചെയ്യുന്ന ഒരു ശ്രമം ഭാവിയിൽ ആരെങ്കിലും ഒരു MLA ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കൂ? പണ്ട് VD സതീശൻ ചെയ്ത പദ്ധതിന് കിട്ടിയത് കണ്ടല്ലോ എന്നല്ലേ ചിന്തിക്കുള്ളൂ. അപ്പൊ ഇതാണോ കേരളം കാണിക്കേണ്ട ഒരു മര്യാദ? ഇതാണോ ഈ ജെയ്സൺ പാനിക്കുളങ്ങരയെ പോലുള്ളവർ അനാവശ്യമായ സാങ്കേതികത്വം ഉന്നയിച്ച് ഒരു സമൂഹത്തിന് പൊതുവിൽ കിട്ടുന്നൊരിത് അതിൽ നിന്ന് കൈയിട്ട് വാരാതെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരു നേട്ടവും ഉണ്ടാക്കാത്ത ഘട്ടത്തിൽ പോലും എങ്ങനെ അതൊരു കുരുക്കാക്കി മാറ്റി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അപകടത്തിൽപ്പെടുത്താം എന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇപ്പൊ ഇതാ സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിന്റെ എന്താ പറയാ പടിവാതിക്കൽ വിളിമ്പിൽ നിൽക്കുമ്പോൾ വീണ്ടും അതേ സാധനം കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ്. അതായത് വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശയുണ്ട് CBI അന്വേഷണത്തിന്. നേരത്തെ സ്മൃതി കൃത്യമായി പറഞ്ഞു, വിജിലൻസിന്റെ ആ കണ്ടെത്തലും നിർദ്ദേശം എന്താണ്? അതായത് ഈ മനുഷ്യനിൽ പണ്ട് പീലാത്തോസ് പറഞ്ഞ പോലെയാണ്, ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ കത്ത്. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ഈ പണം സ്വന്തം കാര്യത്തിലേക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങിയതായും അത് ഉപയോഗിച്ച് ഭൂമി വാങ്ങിയതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ പണം മാൽ പ്രാക്ടീസ് ചെയ്ത് സ്വന്തം പോക്കറ്റിലാക്കി സ്വന്തം ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ നേട്ടം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു എന്ന് ഒരു ആരോപണവും ഇല്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതായിട്ട് കാണുന്നില്ല. ക്ലീൻ ചിറ്റല്ലേ കൊടുത്തിരിക്കുന്നത്. മനോജ് എബ്രഹാമിനെ പോലെയൊക്കെയുള്ള ഒരു വിജിലൻസ് ഡയറക്ടർ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിനകത്തൊരു ആരോപണം ഉണ്ടെങ്കിൽ പഴുതുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണല്ലോ.
എന്നിട്ടും മനോജ് എബ്രഹാം പറയുന്നു ഞാനൊന്നും കാണുന്നില്ല, ഞങ്ങൾ ആരും അന്വേഷിച്ചിട്ട് ഒന്നല്ല 2 തവണയാണ് അന്വേഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഡിയും ഒരു ഘട്ടത്തിൽ വന്നു, നിയമസഭയിൽ ചോദ്യോത്തരങ്ങളായിട്ട് പലവട്ടം വന്നു. അപ്പോഴെല്ലാം വി.ഡി. സതീശൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ഇന്നും അദ്ദേഹം പറയുന്നത് എന്താ, നിങ്ങൾ അന്വേഷിച്ചോളൂ, CBI അല്ല, ED അല്ല, ഇനി ഇന്റർപോൾ വന്നാലും പ്രശ്നമില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്, ഈ പണം അദ്ദേഹം വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അത് അവിടുത്തെ ആ മണ്ഡലത്തിലെ മനുഷ്യർക്ക് വേണ്ടി, ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരു ജീവിതം, ഒരു പുതുജീവിതം കൊടുക്കാൻ ഈ പുനർജനി എന്നുള്ള പദ്ധതിയുടെ ആ പേര് തന്നെ ദ്യോതിപ്പിക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. ഒരു പുനർജീവിതമാണ് കൊടുക്കുന്നത്. ഇപ്പോ ഈ വിഷയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുനർജനിച്ചുകൊണ്ടിരിക്കും. നേരത്തെ സ്മൃതി പറഞ്ഞ പോലെ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ന് പൊട്ടി വീണതെന്ന് ആലോചിച്ച് നോക്കുക. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് കോൺഗ്രസിന്റെ സുപ്രധാന യോഗം, ചിന്തൻ ശിബിരം പോലെയുള്ള കോൺഗ്രസ് ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്ന കോൺഗ്രസിന്റെ സമുന്നത നേതാക്കള്, സംസ്ഥാനത്തെ നേതാക്കളും AICC ഭാരവാഹികളും ഒക്കെ പങ്കെടുക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു യോഗം നടക്കുന്ന അന്ന് രാവിലെ ആ യോഗത്തിന്റെ പതാക ഉയർത്താൻ മിനിറ്റുകളോ മണിക്കൂറുകളോ പോലും അവശേഷിക്കുന്നില്ലാത്തൊരു ഘട്ടത്തിലാണ് ഈ സാധനം പെട്ടെന്ന് പൊട്ടി വീഴുന്നത്. എവിടുന്നാ വരുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരിക്കാം ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്താ? അങ്ങനെ നല്ല മനസ്സോടെ, തെളിഞ്ഞ മനസ്സോടെ, അല്ലെങ്കിൽ സന്തോഷത്തോടെ അവർ ആ മീറ്റിംഗ് നടത്തണ്ട, ഒന്ന് പേടിച്ചോട്ടെ, ഒന്ന് വിരളട്ടെ. ആ ഒരു വിരട്ട് തന്ത്രം പോലെയാണ് ഇന്നത് കാണുന്നത്. സത്യത്തിൽ ഇത് പറഞ്ഞല്ലോ, നമ്മൾ കണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കുറ്റം, നേരത്തെ ഹസ്കർ പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാനും യോജിക്കുകയാണ്. മുമ്പ് ഈ ലാവ്ലിൻ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇതുപോലെ ഒരു CBI അന്വേഷണത്തിന് ന്യായമൊക്കെ പറയാമെങ്കിലും അത് അത്ര സ്വാഗതാർഹമായ, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അതിനെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിന്റെ ഇരട്ടി ശക്തിയിലാണല്ലോ പിന്നീട് ശ്രീ പിണറായി വിജയൻ സർക്കാർ ഈ ഉമ്മൻചാണ്ടിക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചത്. അങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അടി, തിരിച്ചടി, പ്രതികാരം ഈ രീതിയിൽ ഈ CBI അന്വേഷണത്തെ ഉപയോഗിക്കുന്നത് വലിയ ഒരു വല്ലാത്ത മോശപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഈ പറഞ്ഞ രീതിയിൽ എന്നും ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ എതിർക്കുന്നു. CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ തന്നെ ചില നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. എന്നിട്ടും ഇപ്പൊ ഏറ്റവും അവസാനം ഈ വി.ഡി. സതീശനെ കുരുക്കാൻ വിജിലൻസ് ഡയറക്ടറുടെ ഒരു ശുപാർശയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ വല്ലാത്ത, ഹസ്കർ പറഞ്ഞതുപോലെ അവർ ഇതുവരെ ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങൾക്കും, രാഷ്ട്രീയ കാഴ്ചപ്പാട്, നയങ്ങൾക്കും നിലപാടുകൾക്കും കടകവിരുദ്ധമാണ് അതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ ഓലപ്പാമ്പ് കണ്ട് കോൺഗ്രസ് ഭയപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ശരി ജിൻഡോ, ഇതിന്റെ ഒരു ടൈമിങ്ങിനെ കുറിച്ചാണ് കോൺഗ്രസ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ ഈ വീടുകളുടെ എണ്ണം മുഴുവൻ പൂർത്തിയാക്കിയോ എന്ന ചോദ്യം. 196 വീടുകൾ പൂർണ്ണമായും തകർന്നത് നിർമ്മിച്ചു നൽകിയെന്ന് പറയുന്നു. 4 വീടുകൾ അടങ്ങുന്ന ഫ്ളാറ്റ് സമുച്ചയം അത് 210 വീടുകൾക്ക് എണ്ണത്തിന് മുകളിലാണെന്ന് പറയുന്നു. പക്ഷേ ഭാഗികമായി തകർന്ന 30 വീടുകൾക്ക് ധനസഹായം, പിന്നീട് 30 വീടുകൾക്ക് ധനസഹായം എന്ന് പറയും. ഇതൊക്കെ തന്നെയും പൂർത്തിയായിട്ടുണ്ടോ എന്ന സംശയം അവിടെ നിൽക്കുകയാണ്. പ്രളയം ഏത് വർഷത്തിലായിരുന്നു നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന ഈ സന്നദ്ധ സംഘടനകൾ വഴിയാണ് എങ്കിലും ഈ കണക്ട് ചെയ്യുന്ന പുനർജനി, ഈ നിർമ്മാണം പൂർത്തിയാകുന്നോ എന്ന പരിശോധന നടത്തുന്നില്ലേ? ഈ കണക്ട് ചെയ്ത് അവർ തമ്മിലുള്ള ഡീലിങ്സ് മാത്രമായി പിന്നീട് അത് മാറുകയാണോ? അതൊരു പരിശോധന ഈ സംവിധാനം നടത്തുന്നില്ലേ എന്ന ചോദ്യം. അതോടൊപ്പം തന്നെ നേരത്തെ ഉന്നയിക്കപ്പെട്ട രണ്ടാമത്തെ ചോദ്യം, ഈ പിണറായി വിജയനെതിരായ കേസ്, ആ കേസ് അവസാന ക്യാബിനറ്റിലാണ് പെട്ടെന്ന് CBIക്ക് വിടാൻ ഉമ്മൻചാണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതും രാഷ്ട്രീയ വിദ്വേഷമായി വിലയിരുത്താമല്ലോ. സ്മൃതി, ഇതിൽ ഒന്നാമത്തെ കാര്യം, ഈ നീതിയും നിയമവും നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഒന്നിച്ചു പോകണമെന്നില്ല. അപ്പോൾ ചില സമയത്തൊക്കെ ജനപ്രതിനിധികൾക്കും ഭരണകർത്താക്കൾക്കും ചിലപ്പോൾ നിയമത്തിൻ്റെ ചുവപ്പ് നടയുടെ പുറത്തേക്ക് സഞ്ചരിച്ച് ചിലപ്പോൾ നീതി നടപ്പാക്കേണ്ടി വരും. പക്ഷെ പുനർജനി പദ്ധതിയിൽ നീതിയും നിയമവും ഒന്നിച്ചു പോയതുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി നിയമാനുസരണം പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് കൃത്യമായിട്ട് ഫണ്ട് സ്വരൂപിക്കുകയും അതിന് അർഹപ്പെട്ട ആളുകളിലേക്ക് അത് എത്തിക്കുകയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ഒരുപാട് ആളുകൾക്ക്, കുട്ടികൾക്ക് ഡിജിറ്റൽ ഡിവൈഡിൻ്റെ സമയത്ത് പഠനോപകരണം കൊടുത്തു, പ്രളയ സമയത്ത് പഠനോപകരണം കൊടുത്തു, ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു, പശുവിനെ വാങ്ങിക്കൊടുത്തു, ജീവനോപാധി ഉണ്ടാക്കി കൊടുത്തു, വീട് വെച്ച് കൊടുത്തു. ഇനി ഇത് ഏതെങ്കിലും പൂർത്തിയാകാത്തതുണ്ട് എന്നുള്ള ആക്ഷേപം CPMനോ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് ഏതൊക്കെയാണ് പൂർത്തിയാകാത്തത് എന്ന് പറയണമല്ലോ. വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വീടുകൾ പൂർത്തിയായില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നവർ, വടക്കാഞ്ചേരിയിലെ ഫ്ലാറ്റ് സമുച്ചയം ലൈഫ് മിഷൻ്റെയാണ്, അത് പൂർത്തിയായോ?
20 കോടി രൂപയിൽ പദ്ധതിയിൽ ഏകദേശം 9.5 കോടി രൂപയുടെ അഴിമതി നടത്തി എന്നുള്ള ആക്ഷേപത്തിലെ അന്വേഷണത്തിൽ കഴമ്പുണ്ടതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 112 ദിവസം ജയിലിൽ കിടന്നത്. എന്തായി നടപടി? ആ ഫ്ളാറ്റ് സമുച്ചയം പൂർത്തിയാക്കപ്പെട്ടോ? തൊടുപുഴയിൽ പണിതുയർത്തിയ ഫ്ളാറ്റ് സമുച്ചയം കരിമണ്ണൂരാണെന്നാണ് എൻ്റെ ഓർമ്മ, ചോർന്നൊലിക്കുകയാണ്. എന്താ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? ലൈഫ് എല്ലാ ആളുകളുടെയും ജീവിതത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്നല്ലേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്? കൊച്ചിയിൽ പണിതുയർത്തിയ ഫ്ളാറ്റ് സമുച്ചയം പൊട്ടിച്ചോർന്നൊലിക്കുകയാണ്. മുറ്റത്ത് മുഴുവൻ കക്കൂസ് മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ നടത്തുന്ന സംവിധാനങ്ങൾ ഇത്രത്തോളം തകർന്ന് തരിപ്പണമായിട്ടും അന്വേഷിക്കാൻ പറ്റുന്നില്ല. അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിട്ടും യാതൊരു നടപടിയുമില്ല. ഇനി പുനർജനി പദ്ധതിയിൽ തന്നെയാണ് അന്വേഷിക്കാൻ ആർജവം കാണിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ. പൂർത്തിയാകാത്ത ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ. അതിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. വെറുതെ ഈ ഓലപ്പാമ്പ് കാണിച്ച് കേസെടുക്കുമെന്ന് പറഞ്ഞ് ആ വിരട്ടൊന്നും നടക്കില്ലെന്നേ. നടപടി സ്വീകരിക്കാൻ കഴിവുള്ള മുഴുവൻ സംവിധാനങ്ങളും പിണറായി വിജയൻ്റെ കൈ അകലത്ത് തന്നെയുണ്ടല്ലോ, കൈ പിടിയിലുണ്ടല്ലോ. നടപടി എടുക്കട്ടെ. ഇനി അടുത്തത്, ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ CPM നേതാക്കന്മാർ കാക്കനാട് കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് പ്രളയ ഫണ്ട് തട്ടിയെടുത്തപ്പോൾ പറവൂര് കേന്ദ്രീകരിച്ച് VD സതീശന്റെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളാണ് ആയിരക്കണക്കിന് മനുഷ്യർക്ക് കൊടുത്തത്. ഈ സർക്കാർ എന്താ ചെയ്തത്? സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള സഹതാപ വാക്ക് പറഞ്ഞു. അതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റി? പ്രളയത്തിൽപ്പെട്ട മനുഷ്യർ സ്വന്തം അധ്വാനം കൊണ്ട് അവരുടെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് ആത്മഹത്യകളുടെ എണ്ണം കുറഞ്ഞു. മനുഷ്യർ സ്വന്തം നിലയിൽ അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. സർക്കാർ എത്രത്തോളം ആളുകളെ സഹായിച്ചു? പലിശയ്ക്ക് വായ്പ കൊടുക്കുന്നതാണോ സർക്കാർ ചെയ്യുന്ന സഹായം? അതിനപ്പുറത്ത് മനുഷ്യരുടെ അന്തസ്സിന് വില കൊടുത്ത ഒരു ജനപ്രതിനിധിയാണ് VD സതീശൻ. അത് മനസ്സിലാക്കണമെങ്കിൽ പുനർജനി പദ്ധതി ഒന്ന് നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മതി. സനോജ് ചോദിക്കുന്നത്, പദ്ധതിയുടെ ഭാഗമായി എത്ര വീടാ, കണക്കുകൾ പുറത്തുവിടുക, വീട് നൽകിയവരുടെ പേര്, വിവരങ്ങൾ എന്നിവ VD സതീശൻ പുറത്തുവിടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി വരൂ എന്നതിനപ്പുറം ഇതൊരു ഉത്തരവാദിത്തത്തോടു ചെയ്ത ഒരു കാര്യമാണല്ലോ. VD സതീശൻ സ്വമേധയാ തീരുമാനമെടുത്ത് നടപ്പാക്കിയ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഏതൊക്കെ പൂർത്തിയായി, ഏതൊക്കെ പാതി വഴിയിലായി എന്നതിന്റെ കണക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകണ്ടേ ജിൻഡു? അല്ല, VK സനോജിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ DYFIക്ക് പറവൂര് ഏരിയ കമ്മിറ്റിയും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പറവൂര് അത്ര വലിയ ശക്തമായ ഒരു പ്രതിഷേധമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. VK സനോജ് പറയുന്നത് മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഈ DYFIക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റി ഉണ്ടല്ലോ. അവരൊന്നും ഇത്രത്തോളം ഒരു വലിയ പരാതിയായിട്ട് അതിനെ എൻഡോഴ്സ് ചെയ്ത് എടുത്ത് പിടിക്കുന്നില്ലല്ലോ. അപ്പോൾ VD സതീശനെതിരെ ഏത് ആരോപണം ഉന്നയിക്കുന്നേ? നിങ്ങൾ മോൻസൺ മാവുങ്കലിന്റെ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഒരു വ്യാജ മൊഴി ഉണ്ടാക്കി സുധാകരനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തില്ലേ? അവസാനം എന്തായി? അത് കള്ളമൊഴിയാണെന്ന് മൊഴി കൊടുത്ത ആൾ തന്നെ പറഞ്ഞില്ലേ? നിർബന്ധിച്ച് മൊഴി കൊടുപ്പിച്ചാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ പിന്നീട് അന്വേഷണം ഉണ്ടായോ? അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ പുകവാക്കലിന്റെ ഭാഗമായിട്ട് പിണറായി വിജയന്റെ പകയിൽ പടച്ചെടുത്ത കള്ളക്കേസുകളാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് തെളിവ് കൊണ്ടുവരണ്ടേ? VK സനോജ് DYFIയുടെ നേതാവ് മാത്രമല്ല, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനാ നേതാവാണ്. അദ്ദേഹത്തിനും അന്വേഷിക്കാമല്ലോ, ഏതൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കാമല്ലോ. ഇത് വെറുതെ ഉണ്ടയില്ല വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ VD സതീശൻ CBI അന്വേഷണത്തെ വെൽക്കം ചെയ്യുകയാണ്. പകരം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലാവ്ലിൻ കേസാണല്ലോ നിങ്ങളും പരാമർശിച്ചത്. ലാവ്ലിൻ കേസിൽ 38 തവണയാണ് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സുപ്രീം കോടതിയിൽ ഹാജരാകാതെ പനി, തലവേദന, വയറുവേദന എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത്. പിണറായി വിജയന് ധൈര്യമുണ്ടോ ലാവ്ലിൻ കേസിൽ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ഒരു വട്ടം ഒന്ന് ഹാജരാകുക, അഭിപ്രായം പറയാൻ ധൈര്യമുണ്ടോ? അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ പറ്റുമോ? സ്വർണ്ണക്കൊള്ളക്കേസിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആന്റണി രാജുവിന്റെ ജെട്ടി കേസ് പുറത്തു വന്നല്ലോ. ഒരു നിയമസഭാ അംഗത്തിന്റെ അംഗത്വം നഷ്ടപ്പെടുന്നത് എന്ത് കേസിലാണെന്ന് അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസിൻ്റെയൊക്കെ പുറകെ വരുന്നത്. ഞങ്ങൾ ഇതെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് പോകും. നിങ്ങൾക്ക് പറ്റുന്നൊക്കെ നിങ്ങളും എണ്ണി പറയുക. ഇവിടെ ലാവ്ലിൻ കേസിന്റെ പ്രശ്നം എന്താ? ആ ഉപേന്ദ്ര വർമ്മ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ സർക്കാരിനെ അറിയിക്കാതെ, ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെ നേരിട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അത് രാഷ്ട്രീയ താല്പര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കീഴ്പ്പെട്ട് പോകുമ്പോൾ അന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ എന്നുള്ള നിലയ്ക്ക് സർക്കാർ അതിനപ്പുറത്തേക്ക് ഒരു കേന്ദ്ര ഏജൻസികൾ കുറച്ചുകൂടി ഇടപെടലിന് സ്വാധീനം കുറയാൻ സാധ്യതയുള്ള ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് ശുപാർശ ചെയ്യുന്നു. ഇനി അതിനപ്പുറത്ത് 38 തവണയായിട്ട് ഈ ലാവ്ലിൻ കേസിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരം നമുക്ക് കണ്ടെത്തണ്ടേ? അപ്പോൾ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ VD സതീശൻ ധൈര്യപൂർവ്വം പറയുന്നു, പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത സിയാദ് അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരിയായിരുന്നു, ബോർഡ് മെമ്പറായിരുന്നു. സിയാദിന്റെ ആത്മഹത്യക്കുറിപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കളമശ്ശേരി ഏരിയ
ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെ എന്തിന്റെ പേരിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? ആ സമയത്താണ് വി.ഡി. സതീശൻ ഈ നാട്ടിലും വിദേശത്തും നടന്ന് തന്റെ മണ്ഡലത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് വീടൊരുക്കാൻ, പശുവിനെ കൊടുക്കാൻ, ജീവനോപാധി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ശ്രമം നടത്തിയത്. അന്വേഷിക്കണം, ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കണം. കേരളമെമ്പാടും ഈ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ആർജവം കാണിക്കണം. ലൈഫ് മിഷനിൽ 1,27,000 കുടുംബങ്ങൾ മേൽക്കൂരയില്ലാത്ത വീട്ടിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ച് ആകാശം കണ്ട് കിടക്കുന്ന കാലത്ത് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതി പഠിച്ച് പാവപ്പെട്ടവർക്ക് വീടൊരുക്കാനുള്ള ഒരു ശ്രമമെങ്കിലും ഉണ്ടാകണം. ശ്രീ ഹസ്കർ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ CBI തയ്യാറാണ് കോടതി പറഞ്ഞാൽ. പക്ഷെ ഇവിടെ CBI വരണമോ എന്നതിൽ സർക്കാരിന് തീരുമാനമെടുക്കാം, അല്ലെങ്കിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന രൂപത്തിൽ നിയമം മാറ്റിയത് സംസ്ഥാന സർക്കാരാണല്ലോ, പിണറായി സർക്കാരാണല്ലോ. അപ്പോൾ CBI വരണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം ഇവിടെ അന്വേഷണം നടത്തണമെങ്കിൽ. അപ്പോൾ ശബരിമല സ്വർണ്ണക്കേസിൽ CBI വേണ്ട എന്ന നിലപാടെടുക്കുകയും അപ്പുറത്ത് ഈ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട പുനർജനി കേസിൽ CBI വരട്ടെ, CBIക്ക് വിടാം എന്ന തീരുമാനമെടുക്കുകയും ചെയ്താൽ അതെങ്ങനെയാണ് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കഴിയുക? അങ്ങനെയൊരു ആത്മഹത്യാപരമായ നിലപാടിലേക്ക് സർക്കാർ പോകുമോ? അങ്ങനെ പോകുന്നില്ല എങ്കിൽ എന്തിനാണ് 11 മാസങ്ങൾക്കിപ്പുറം ഇങ്ങനെയൊരു വിവരം ഇപ്പോൾ പുറത്തേക്ക് വിട്ടത്? അതുകൊണ്ട് എന്ത് രാഷ്ട്രീയ ഗുണം? അല്ല സ്മൃതി, ഇതിനകത്ത് രാഷ്ട്രീയമായി തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു. ഒരു കാരണവശാലും CBI അന്വേഷണത്തിലേക്ക് വിടരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. ഇനി ഇതിൻ്റെ രാഷ്ട്രീയ ഒരു അപകടം ഇടതുപക്ഷത്തിന് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടെന്നാൽ ലക്ഷ്യ 2026 ആയിട്ടാണ് ഇന്ന് വയനാട് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഒത്തുകൂടുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ CBI അന്വേഷണം വരിക എന്ന് പറയുന്നത്. സ്വതവേ കേരളത്തിലെ ഇടതുപക്ഷം രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഘട്ടമാവുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ് ശിഥിലമാകാറുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ ഗ്രൂപ്പുകളിൽ വളരെ ശക്തമായി ഉണ്ടാവുകയും പരസ്പരം കാലുവാരി തന്നെ പലപ്പോഴും പല മണ്ഡലങ്ങളിൽ അവർക്ക് പരാജയപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ചരിത്ര വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് ഐക്യമുണ്ടാക്കി കൊടുക്കുന്നതിന് ഇത് ഗുണകരമായി എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുത. 3-4 ധ്രുവങ്ങളിലായി നിന്നവർ ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് CBI അന്വേഷണത്തെ എതിർക്കുക എന്ന് പറയുമ്പോൾ അവരിലൊരു ഐക്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഈ തീരുമാനത്തിലൂടെ ഉണ്ടായി. ഏത് ബുദ്ധി ഉപദേശകനാണ് അല്ലെങ്കിൽ ബുദ്ധി ഉപദേശക കേന്ദ്രങ്ങളിലെന്നാണ് CBI അന്വേഷണത്തിന് ഉപദേശം കൊടുക്കാൻ തീരുമാനിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമുള്ള ചോദ്യം. ഇതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നില്ല എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകൾ കരുതുന്നത്. അതൊരു മണ്ടത്തരായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് തുടർച്ചയായി അബദ്ധങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. അത് ഏത് കേന്ദ്രങ്ങളിലാണെന്നൊക്കെ കാലം മറുപടി പറയേണ്ടതാണ്. ഞാൻ ഇപ്പോൾ ജിൻഡോ വലിയ തോതിൽ അവകാശപ്പെട്ടല്ലോ നീതി നടപ്പിലാക്കിയെന്ന്. നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, നീതി നടപ്പിലാക്കിയെന്ന് ബോധ്യപ്പെടുത്തുക കൂടെ വേണം. ഇവിടെ ശ്രീ വി.ഡി. സതീശനൊരു രാഷ്ട്രീയ ധാർമ്മികത ഇക്കാര്യത്തിലുണ്ട്. പുനർജനിയെ സംബന്ധിച്ച് 209 വീടുകൾ ഞങ്ങൾ വെച്ചു നൽകി. ഇന്നതൊക്കെയാണ് ആ വീടുകൾ. ഞങ്ങൾ 16 ഫ്ലാറ്റുകൾ നിർമ്മിച്ചു നൽകി. ഇതാണ് ആ ഫ്ലാറ്റുകൾ. ഞങ്ങൾ ഇന്ന വീടുകളുടെ അറ്റകുറ്റപ്പണികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്ര കുട്ടികൾക്ക് അവരുടെ ചിത്രം കാണിക്കണമെന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല. ഇത്ര കുട്ടികൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഗുണഭോക്തൃ ലിസ്റ്റ് അവരുടെ പഠനോപകരണങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. തയ്യൽ മെഷീനുകളും ജീവനോപാധികളും ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് പറയാനുള്ള ധൈര്യം, ഇത് പുറത്ത് പൊതുജനങ്ങളോട് പറയാനും അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും കേരളത്തിലെ പരമോന്നത UDFന്റെ നേതാവ് എന്ന നിലയിലും ശ്രീ വി.ഡി. സതീശനുണ്ട്. അത് അദ്ദേഹം ആ ദൗത്യം ഉത്തരവാദിത്വം വരും ദിവസങ്ങൾ കേരള സമൂഹത്തിന് മുമ്പാകെ വെക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത പക്ഷം അദ്ദേഹം ഇങ്ങനെ കാർമേഘത്തിന്റെ നിഴലിൽ തന്നെ നിൽക്കും. ആണോ? അങ്ങനെ കാർമേഘത്തിന്റെ നിഴലിലാണോ നിൽക്കുന്നത് ജിൻഡോ? അല്ല സ്മൃതി, എനിക്ക് ഹസ്കറിനോട് ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മൾ പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ സഹായം ചെയ്ത മുഴുവൻ ആളുകളുടെയും ലിസ്റ്റൊക്കെ നമുക്ക് പുറത്തു വിടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതിലൊരു ശരികേട് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായിട്ട് ഞാൻ. ഇനി അതിനപ്പുറത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ ഈ കുട്ടികളുടെയും പഠനോപകരണം കൊടുത്ത മുഴുവൻ കുട്ടികളുടെയും ലിസ്റ്റ് പുറത്തു വിടുക, വീടുകളുടെ ലിസ്റ്റ് പുറത്തു വിടുക, നിങ്ങൾ പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ സാങ്കേതികമായിട്ട് ശരിയാണെങ്കിൽ പോലും ഈ പിണറായി വിജയൻ സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികളുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ എന്തിനെക്കുറിച്ച് അന്വേഷിച്ചത്? അവർക്കറിയാമല്ലോ ആർക്കൊക്കെ വീട് കിട്ടിയെന്ന്, എത്ര എണ്ണം പൂർത്തിയായെന്ന്, എത്ര രൂപ ചെലവഴിച്ചെന്ന്. അത് പിണറായി വിജയന് നേരിട്ട് ബോധ്യപ്പെട്ട പോരെ, ആഭ്യന്തര വകുപ്പിന് ബോധ്യപ്പെട്ട പോരെ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ട പോരെ? അതിനപ്പുറത്ത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഇന്ന ആളുകൾക്ക് മുഴുവൻ സഹായം കൊടുത്തിട്ടുണ്ട്. ആളുകളുടെ അത്തരം ഗതികേടുകളെ പോലും പൊതു ചർച്ചയ്ക്ക് വെക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഈ മുഴുവൻ ആളുകളുടെയും ഗതികേടിനെ, ഒരു സർക്കാർ അവഗണിച്ച മുഴുവൻ ആളുകളുടെയും ഗതികേടിനെ അവരുടെ സഹായം കൊടുത്തതിനെ കുറിച്ച് ഇങ്ങനെ പൊതു ചർച്ചയ്ക്ക് വെക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പകരം ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പിണറായി വിജയന്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് അറിയാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കൃത്യമായിട്ട് അറിയാമല്ലോ എത്ര വീട് കൊടുത്തു, എത്ര ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഏതെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നില്ലല്ലോ. ജിൻഡോ അങ്ങ് വഴങ്ങുള്ള ഒരൊറ്റ ചോദ്യം, ജിൻഡോ അങ്ങ് വഴങ്ങുള്ള ഒരൊറ്റ ചോദ്യം. ഇത് ശ്രീ വി ഡി സതീശൻ സ്വയാർജിത സ്വത്തുക്കളിൽ നിന്നോ സമ്പാദ്യത്തിൽ നിന്നോ കൊടുത്തതാണെങ്കിൽ അത് പറയേണ്ടതില്ല. പക്ഷേ ഇത് പിരിച്ച പണമാണ്, പൊതുജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണമാണ്. അപ്പോൾ അത് പറയേണ്ട ഉത്തരവാദിത്വം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ വി ഡി സതീശനുണ്ട്. അദ്ദേഹം സംശയത്തിന്റെ അപ്പൊ അത് അദ്ദേഹം പറയണം. നോക്കൂ അദ്ദേഹം നേരിട്ട് പിരിച്ചിട്ടില്ലല്ലോ, അദ്ദേഹം പിരിച്ചു എന്നല്ലല്ലോ. അല്ല, പുനർജനി പിരിച്ചല്ലോ. പുനർജനി അങ്ങനെയല്ല. അദ്ദേഹം അവകാശപ്പെട്ടത് സ്പോൺസേഴ്സിനെ കണ്ടെത്തുന്നു, അവരെ സ്പോൺസേഴ്സിനെ കണ്ടെത്തുന്നു, ഗുണഭോക്താക്കൾക്ക് കണക്ട് ചെയ്യുന്നു. ഈ കണക്ട് ചെയ്തത് കൃത്യമായിട്ട് ഈ സ്പോൺസർ കൊടുത്തത് ഈ ഗുണഭോക്താവിന് തന്നെയാണല്ലോ എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വമെങ്കിലും ശ്രീ സതീശൻ കാണിക്കണ്ടേ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ ആർക്കെങ്കിലും അദ്ദേഹം പറയുന്നത് അതിന്റെ വിവരങ്ങൾ കൊണ്ടുവരണമല്ലോ ശ്രീ ഹസ്കർ. സ്മൃതി, ഒരു കാര്യം കൂടി, ഏതെങ്കിലും ഒരാൾക്ക് വീട് കിട്ടാത്തതായിട്ട് ആക്ഷേപമുള്ളത് ഹസ്കർ പരാതിക്കാരനുണ്ട്. ആരാണ് നമ്മളോടൊപ്പം തന്നെ പരാതിക്കാരനിരിക്കുകയാണ്. ജേസൺ പാനിക്കുളങ്ങര, അങ്ങ് വീട് കിട്ടാത്തവരുടെ കണക്കെടുത്തിട്ടുണ്ടോ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഇങ്ങനെ ആ ഒരു ശുപാർശ നിൽക്കുകയാണല്ലോ, 11 മാസം മുമ്പ് കിട്ടിയ ശുപാർശയാണ്. അങ്ങയുടെ പ്രതീക്ഷ എന്താണ്? അപ്പോൾ CBIക്ക് വിടും എന്ന ഉറപ്പ് എന്തെങ്കിലും അങ്ങേക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇത് സ്ഥിരമായി ചാനൽ ചർച്ചയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അരി എത്രയാന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയും. ഇന്നിപ്പോൾ VD സതീശനെതിരായി ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ വിഷയം ചർച്ച ചെയ്യുന്നതിന് പകരം 45 മിനിറ്റിൽ കൂടുതൽ ചർച്ച ചെയ്തത് ഉമ്മൻചാണ്ടി വിഷയവും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. അതല്ലല്ലോ എന്നെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യാൻ വിളിച്ചത്. ഇതിൽ എന്ത് നിയമലംഘനം, ഫെമ തുടങ്ങിയ ലംഘനം നടന്നിട്ടുണ്ട്, ആ വിഷയത്തെപ്പറ്റി ഈ ചർച്ച ചെയ്ത് എൻ്റെ സുഹൃത്ത് ജിൻഡോ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നുള്ള കാര്യങ്ങൾ വരുന്നത്. അവര് പറഞ്ഞു പോകുന്നത് വേറെ വിഷയം. ഈ വിഷയത്തിൽ അങ്ങനെ നടന്നിട്ടില്ല എന്നല്ലേ വിജിലൻസിന്റെ കണ്ടെത്തൽ? അതെ, ഞാൻ അതിനകത്തേക്ക് പറയാൻ പോന്നെ. അങ്ങ് പിന്നെയും അത് തന്നെ അതിന് തെറ്റുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് അല്ല, അത് വീണ്ടും അതിനകത്ത് പറയുന്ന കാര്യം, ആ റിപ്പോർട്ടിനകത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ഈ നിയമത്തിൽ പറയുന്നത്, നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോയി ഇത്തരത്തിലൊരു പിരിവ് നടത്തുന്നതിന് മുമ്പ് നിങ്ങളോ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏജൻസിയോ ഉണ്ടെങ്കിൽ അവർ കേന്ദ്ര ഗവൺമെന്റിന്റെയും റിസർവ് ബാങ്കിന്റെയും അങ്ങ് പലതവണ പറഞ്ഞതുകൊണ്ട് ശ്രീ ജേസൻ അവിടെ പോയി പിരിവ് നടത്തിയിട്ടില്ലല്ലോ. ശ്രീ ജേസൻ അവിടെ പോയി ആഹ്വാനം നടത്തുകയല്ലേ ചെയ്തത്? അതിനുശേഷം അവരിങ്ങോട്ട് വന്ന് കൊടുക്കുന്നു എന്നുള്ളതല്ലേ ആ വീഡിയോയിൽ. അതെ, അങ്ങ് പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ബൈറ്റാണ് അങ്ങയുടെ പ്രധാനപ്പെട്ട തെളിവ്. ആ ബൈറ്റ് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ വിട്ടതല്ലേ? അതിലെന്താണ് ഒരു രഹസ്യാത്മകത? ആർക്ക് വേണമെങ്കിലും ഫേസ്ബുക്കിൽ വിട്ട പല കാര്യങ്ങളും കേസായിട്ട് മാറിയിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഓരോരുത്തർ പിടിച്ചത് അങ്ങനെയല്ലേ? ഫേസ്ബുക്കിൽ വിട്ട കാര്യങ്ങളല്ലേ? അങ്ങക്ക് ഒരു തെളിവില്ലാതെ അങ്ങിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഹ്വാനമല്ല. നിങ്ങൾ ഇത്ര പൗണ്ട് വെച്ച് തരണം, കൊടുക്കണം എന്ന് കമാൻഡ് ചെയ്യാണ് ചെയ്യുന്നത് സതീശൻ. അഭ്യർത്ഥനയല്ല എന്നുള്ളതാണ് അങ്ങയുടെ അടുത്ത പോയിന്റ് അല്ലേ? പറഞ്ഞതിലെ ഭാഷയാണ്. അതെ, കമാൻഡ് ചെയ്തു. അതനുസരിച്ച് അത് തന്നെയല്ല, രണ്ടാമത് പറവൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് പൈസ കിട്ടി എന്നുള്ളത്. പൈസ വാങ്ങി, പൈസ നിങ്ങൾ കൊടുക്കണം. ശരി, ഒരു മിനിറ്റ് അങ്ങ് പറഞ്ഞു, അത് പലതവണ പറഞ്ഞുകൊണ്ട് ശ്രീജേസൻ, ഇനി അങ്ങയുടെ പ്രതീക്ഷ എന്താണ്? കാരണം ഏറ്റവും ഒടുവിൽ വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണല്ലോ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. അത് ഈ സെപ്റ്റംബറിൽ കൊടുത്തതാണ്. അത് ഈ പരാതിയിൽ കഴമ്പില്ല എന്നുള്ളതാണ്. ഞാൻ ഒന്ന് ലീവ് ചെയ്തോട്ടെ. ഇപ്പൊ കഴിയും.
2020 ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് അപ്പീൽ കൊടുത്തിട്ടുള്ളതാണ്. അന്ന് പറഞ്ഞത് 2020 കൊടുത്തപ്പോൾ അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞതിന് വിജിലൻസ് ഡയറക്ടർ അന്ന് കൊടുത്ത റിപ്പോർട്ട് ഈ കേസ് കുറച്ച് പ്രിമച്വറാണ്, അതുകൊണ്ട് CBIക്ക് വിടുന്ന കാര്യം കുറച്ചുകൂടി കഴിഞ്ഞ ശേഷം ആലോചിക്കാം, പ്രിമച്വറാണെന്ന് പറഞ്ഞു അന്ന്. അതിനുശേഷമാണ് 4 വർഷക്കാലത്ത് ഈ ഫയല് എവിടെയോ ഉറങ്ങുകയായിരുന്നു. പല പ്രാവശ്യം ഞാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഫയല് എന്താണ് അതിന്റെ സ്ഥിതി എന്നറിയാനായിട്ട്. എനിക്ക് വേണ്ടത്ര മറുപടി കിട്ടിയിട്ടില്ല. പലപ്പോഴും പറയും അന്വേഷണം നടക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ ഫയൽ വന്നതിൽ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി യാതൊരു രാഷ്ട്രീയ താല്പര്യവും ഈ ഫയലിൽ ഇല്ല. ശരി, അത് 2020 തുടങ്ങി ഞാൻ നടത്തുന്ന കേസിന്റെ ഭാഗമായിട്ട് അതിൽ നടക്കേണ്ട ആസ് യൂഷ്വൽ പ്രോസസ് നടക്കണം. അതാണ് എന്റെ ആവശ്യം. അതിനകത്ത് CBIക്ക് വിടുകയോ. ശരി, അങ്ങ് പറയുന്ന പോലെ സമയമായില്ല എന്ന് പറഞ്ഞ് സമയമായപ്പോൾ അത് പുറത്തുവിട്ടതാണ് നമ്മൾ ഈ കണ്ടത്. ശ്രീ ഹസ്കർ, ഇപ്പോൾ പല സംഭവങ്ങളിലും CBI അന്വേഷണം അനുഭവസ്ഥർ ആവശ്യപ്പെടാറ്. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ CBI അന്വേഷണം ആ കുടുംബങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നു. അങ്ങനെ വരുന്ന സമയത്ത് CPM പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകളിൽ ആ CBI അന്വേഷണത്തിനെതിരെ ഏത് രൂപത്തിലാണ് സർക്കാർ നീങ്ങിയിട്ടുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പെരിയ കേസിൽ ചെലവാക്കിയ തുക 90,92,337 രൂപയാണ്. അഭിഭാഷകരെ കൊണ്ടുവരുന്നതിന് അവരുടെ പ്രതിഫലമായി നിയമപോരാട്ടം ഇത്ര വർഷം നീണ്ടതിനൊക്കെയായിട്ട് ചെലവഴിച്ചത്. ഷുഹൈബ് വധക്കേസ്, അതുകൂടാതെ 2.11 കോടി രൂപ അതിനായി അഭിഭാഷകർ പുറത്തുനിന്ന് എത്തിക്കുകയാണ്, സുപ്രീം കോടതിയിൽ നിന്ന് എത്തിക്കുകയാണ്. ആ തരത്തിൽ CBI അന്വേഷണത്തിനെതിരെ പലപ്പോഴായി സർക്കാർ എടുത്ത നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെയൊക്കെ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് ഈ നഷ്ടം സംഭവിച്ച കുടുംബങ്ങളാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുകയാണ്. ശ്രീ ഹസ്കർ. സ്മൃതി, ഇതിലേറ്റവും അതുകൊണ്ടാണ് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് ചൊല്ലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നിലപാടിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുക എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയുടെ കൂടി ഭാഗമല്ല. അതുകൊണ്ടാണ് ലാവ്ലിൻ കേസിൽ എടുക്കുന്നത് ലാവ്ലിൻ കേസ് CBIക്ക് ശുപാർശ ചെയ്യുന്നത് അവസാന ക്യാബിനറ്റ് യോഗത്തിലാണ് എങ്കിൽ അതിന് പറയുന്ന ന്യായീകരണം നിശ്ചയമായും ഇപ്പോൾ പറയുന്ന ന്യായീകരണത്തിനൊപ്പമാവണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് CBI അന്വേഷണം പാടില്ല എന്നുള്ളത്. കാര്യം CBI തുടങ്ങിയിട്ടുള്ള കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. ആ നിലപാടിന് കളങ്കം വരുത്തുന്ന നിലപാട് പറഞ്ഞാൽ അത് പൊതുജനങ്ങളുമായി സംവദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ അത് വിശദീകരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അത്തരം നിലപാടുകളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത്. കാരണം രാഷ്ട്രീയമായി വളരെ ഈ കഴിഞ്ഞ 9.5 കൊല്ലത്തിനിടയിൽ കേരള സർക്കാർ ഈ കേരളത്തിനു വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള അത് പറയുന്നതിന് രാഷ്ട്രീയമായി 1 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. ലൈഫ് പദ്ധതിയെ നേരത്തെ കളിയാക്കിയെങ്കിലും 5 ലക്ഷം ആളുകൾക്കാണ് വീട് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൻ്റെ സമഗ്ര മാറ്റത്തിനു വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ആ സർക്കാരിൻ്റെ നേട്ടങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണാനും തെരഞ്ഞെടുപ്പിലേക്ക് പോകാനും കഴിയും. ശ്രീ VD സതീഷിനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണമോ ഒരു കേസോ എടുത്തതുകൊണ്ട് CBI അന്വേഷിക്കുന്നതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ചെയ്യുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ലാവ്ലിൻ കേസിനെ സംബന്ധിച്ചും പെരിയ കേസ് മുതൽ നിരവധി അരിൽ ഷുക്കൂർ കേസിലടക്കം CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഇടതുപക്ഷം ഉന്നയിച്ച, വിശിഷ്യാൽ CPM ഉന്നയിച്ച സർവ്വവാദമുഖങ്ങളും ഇല്ലാതാകും എന്നുള്ളതാണ് അത് സംബന്ധിച്ചിട്ടുള്ളത്. നമുക്ക് നിലപാട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപ ഈ കേസുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ തർക്കത്തിലേക്കല്ല പ്രശ്നം. ഇതൊരു രാഷ്ട്രീയ മര്യാദയുടെ പ്രശ്നമാണ്. ഇന്നലെ UDF ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഞങ്ങളും ചെയ്യും എന്നുള്ളതല്ല ഇടതുപക്ഷ നയമാവേണ്ടത്. അവർ ചെയ്ത തെറ്റുകളെ തിരുത്തുക എന്നുള്ളതാണ്. അവർ ചെയ്ത തെറ്റുകളെ മാറ്റി മറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം അവരുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്ന് പറയുന്നത് നിശ്ചയമായും രാഷ്ട്രീയ പാപ്പരത്വമാണ്. ആ രാഷ്ട്രീയ പാപ്പരത്വം ഏത് ബുദ്ധികേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം ആശയം ഉദിക്കുന്നോ അതൊക്കെ അപകടത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒരു നിലപാടെടുത്തിട്ടുണ്ട്. പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കുകയും തുടർന്ന് പിൻവലിച്ചോടുകയും ചെയ്യേണ്ടി വരുന്നത് ഇത്തരം രാഷ്ട്രീയമായ അപക്വമായ നിലപാടുകൾ എടുക്കുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ സുബ്രഹ്മണ്യത്തിനെതിരെ എടുത്ത കേസ് അതൊരു തമാശയായി കാണണമെന്നേ.
അതൊരു തമാശയ്ക്ക് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ യൂട്യൂബിൽ വരുന്ന കമൻറ്റുകൾ വായിച്ചു നോക്കി ഇതിനെല്ലാം നമുക്ക് വേണമെങ്കിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലീസിന് കേസെടുക്കുക. ഈ നമുക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനും അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്നതിനും ഒക്കെ കേസെടുക്കാൻ പോയാൽ കേരളത്തിൽ എത്രത്തോളം കേസെടുക്കാൻ കഴിയും? ഈ കേരളത്തിലെ പോലീസിനോ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടി കേരള പോലീസിൽ അസോസിയേറ്റ് ചെയ്ത് ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഒരു മര്യാദയോടുകൂടി സാമാന്യ യുക്തിയോടുകൂടി കാണണം. ഇല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെ തന്നെ വല്ലാതെ ചോദ്യം ചെയ്യുമെന്നൊരു ആശങ്ക ഉള്ളത് കൊണ്ടാണ് ഞാനിത് അത്തരമൊരു സുവ്യക്തമായ നിലപാട് പറയണമെന്ന് ആഗ്രഹിച്ചത്. കാരണം CBI സംബന്ധിച്ച് പാർട്ടി വളരെ കൃത്യമായിട്ടൊരു നിലപാട് നേരത്തെ പറഞ്ഞു. ബേബി പോലും ഇന്ന് സാഹചര്യത്തിനനുസരിച്ച് മറുപടി പറഞ്ഞു എന്ന തോന്നലാണ് എനിക്കുള്ളത്. അതുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയാണ്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് BN ഹസ്കർ, ഡോക്ടർ ജിൻഡോ ജോൺ, പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര, മാധ്യമപ്രവർത്തനം രാഷ്ട്രീയ നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.